കാലടി ശ്രീ ശങ്കര പാലത്തിന്റെ യാത്രാ ദുരിതം രൂക്ഷമായി. കനത്ത മഴയിൽ പാലത്തിന്റെ ഇരുവശങ്ങളിലും വൻ കുഴികൾ രൂപപ്പെട്ടതോടെ ഗതാഗതം താറുമാറായി. തിരക്കുള്ള സമയങ്ങളിൽ ഗതാഗതക്കുരുക്ക് നിയന്ത്രണാതീതമായതോടെ ഗത്യന്തരമില്ലാതെ റോഡിലെ കുഴികൾ അടയ്ക്കാൻ പോലീസുകാർ നേരിട്ടിറങ്ങി. സ്ഥലം എംഎൽഎയും മന്ത്രിയുമായ റോജി എം ജോണിന്റെ വാഗ്ദാനങ്ങൾ വാക്കിലൊതുങ്ങിയതോടെ വ്യാഴാഴ്ച മുതൽ ശക്തമായ സമരത്തിനൊരുങ്ങുകയാണ് സ്വകാര്യ ബസ് ഉടമകൾ. പാലം നന്നാക്കേണ്ടവർ തിരിഞ്ഞു നോക്കാതായപ്പോൾ ഒടുവിൽ പോലീസിന് തന്നെ രംഗത്തിറങ്ങേണ്ടി വന്നു. കനത്ത മഴയും അവഗണിച്ച കാലടിപ്പാലത്തിൽ രൂപപ്പെട്ട വലിയ കുഴികൾ താൽക്കാലികമായി പോലീസുകാർ മൂടി. അപ്രോച്ച് റോഡുകളിൽ നിന്ന് പാലത്തിലേക്ക് കയറുന്ന ഭാഗത്തെ വൻകുഴികൾ കാരണം ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചതോടെയാണ് പോലീസുകാർക്ക് ഈ ദൗത്യം ഏറ്റെടുക്കേണ്ടി വന്നത്. മഴ ശക്തമായതോടെ ടാറെല്ലാം ഇളകി മാറി. പാലം വലിയ ചതിക്കുഴിയായി. പകലെന്നോ രാത്രിയെന്നോ ഭേദമില്ലാതെയാണ് MC റോഡിൽ ഇവിടെ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. താൽക്കാലികമായി കുഴിയടച്ച് കൈയൊഴിയുന്ന അധികൃതരുടെ പതിവ് രീതി ഇത്തവണയും ആവർത്തിച്ചതാണ് ദുരിതം ഇരട്ടിയാക്കിയത്. ഈ വർഷം ആദ്യം പാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി കഴിഞ്ഞ സർക്കാർ 1.25 കോടി രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ കാലടിയിൽ പുതിയ സമാന്തര പാലത്തിന് നിർമ്മാണം നടക്കുന്നുണ്ടെന്നും മെയ്യിൽ അതിൻ്റെ പണി പൂർത്തിയായ ശേഷം പഴയ പാലം നന്നാക്കാമെന്നുമായിരുന്നു സ്ഥലം MLAയുടെ ഉറപ്പ്. പുതിയ പാലം യാഥാർത്ഥ്യമാകാത്തതും പഴയ പാലം തകർന്നതും ജനങ്ങളെ വലിയ തോതിൽ വലക്കുകയാണ്. ദിവസങ്ങളായി കാലടി പട്ടണം ഗതാഗത കുരുക്കിലാണ്. അതുകൊണ്ട് ഈ മേഖലയിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്ക് വളരെ പ്രതിസന്ധിയിലായിരിക്കുക. അതിന് പ്രതിഷേധമായിട്ട് വ്യാഴാഴ്ച 11 മണിക്ക് കാലടി ഭാഗത്ത് സൈന്യ പ്രദക്ഷിണം നടത്തുവാൻ ബസ് ഉടമകൾ തീരുമാനിച്ചിരിക്കുകയാണ്. അത് കണ്ട് ജനപ്രതിനിധികളുടെ ഉദ്യോഗസ്ഥരെ കണ്ണു തുറന്നില്ലെങ്കിൽ കാലടി മേഖലയിലെ സ്വകാര്യ ബസ് സർവീസ് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം വരും. അധികൃതരുടെ കടുത്ത അനാസ്ഥയ്ക്കെതിരെ വലിയ പ്രതിഷേധത്തിനാണ് നാട്ടുകാർ ഒരുങ്ങുന്നത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ പാലത്തിന്റെ കുഴികൾ ശാസ്ത്രീയമായി അടച്ചില്ലെങ്കിൽ MC റോഡിലെ യാത്ര പൂർണ്ണമായും ദുസ്സഹമാകും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.